When you go to the camera tracker in this property, so you can go for camera tracking. Here we have the setting. നമുക്ക് ഇവിടെ ഒരു സെറ്റിംഗ് കൂടി കാണാം. ഈ സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്പർ ഓഫ് ഫ്യൂച്ചേഴ്സ് ഉണ്ടല്ലോ, എന്നിട്ട് പറഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി ഹൈലൈറ്റ് ആൻഡ് ഡാർക്കർ ഏരിയ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ട്രാക്കിംഗ് പറഞ്ഞാൽ ഈ റോഡ്, ഈ മൗണ്ടൻ, സ്കൈ അങ്ങനെയല്ല അത് എടുക്കുന്നത് ന്യൂക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡാർക്ക്, ഓക്കെ, എത്ര ഡാർക്ക് ആയാലും കണ്ട ഇവിടെ ഹൈലൈറ്റ് എല്ലാം ഉണ്ട്, സ്കൈയിലും ഇതെല്ലാം. ഇതും പിന്നെ എത്ര ബ്രൈറ്റ് ആയാലും നിങ്ങൾക്ക് ഇത്ര ഡാർക്ക് പോർഷൻ ഉണ്ട്, ഇതെല്ലാം ഡാർക്ക് ഷെയ്ഡോ. ഈ ഡാർക്കും ലൈറ്റും വെച്ചിട്ടാണ് അത് ട്രാക്ക് ചെയ്യും കേട്ടോ. സോ ഈ ട്രാക്കിംഗ് നമുക്കൊരു 300 കൊടുക്കാം, 300 we can give here. Okay, then just simply click on the preview future. When you click the preview future, ഇവിടെ കുറേ ട്രാക്കിംഗ് ഉണ്ട് കണ്ട. These are the trackings. Suppose I am going to reduce 150. അപ്പോൾ അത് ഇവിടെ കുറയും. So more the camera tracking you can adjust here, you can give the values. Say for example I give 200 here, enter. So you can see അത് ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവിക്കും. അപ്പോൾ നമുക്കൊരു 200 എടുക്കാം. അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്, റേഞ്ച്. ഈ റേഞ്ചിലെ ഇൻപുട്ട് നമുക്ക് ഫ്രെയിം 1 to 687. അപ്പോൾ 687 പറഞ്ഞാൽ കുറേ സമയം എടുക്കും. So we can go here, change this into custom. Again I am going to make this as a 100 frames. Okay, അപ്പോൾ ഇത് 100 frames വരെ അത് റെൻഡർ ആവും. Here also I am going to give the 100 frames. ഓക്കെ, സോ നമുക്ക് കസ്റ്റമൈസ് കൊടുത്തിട്ട് 1 to 100 യു ക്യാൻ ക്രിയേറ്റ്. ഇവിടെ ഒരു റെഡ് കളർ ലൈൻ ഉണ്ട് കണ്ട, ഈ റെഡ് കളർ ലൈൻ, ദിസ് ഈസ് ഗോയിങ് ടു മേക്ക് ദിസ് ആസ് ദ ഓൺ പ്ലേ. സപ്പോസ് ഐ വാണ്ട് ടു പ്ലേ, യു ക്യാൻ സീ ആദ്യം ഒരു സ്ലോ ആയിട്ട് പ്ലേ ആവും. സോ ഓൾ ഇറ്റ് ഈസ് റീഡിങ്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ അത് 100 പോയിട്ട് പിന്നെ തിരിച്ച് അത് നമുക്ക് കിട്ടും. ഓക്കെ, so this is the thing how you can plan. അപ്പോൾ we are planning and we are discussing about the settings. ഈ സെറ്റിങ്സിൽ ഇവിടെ ഇതുണ്ട്, ഇത് റിഫൈൻ ഫ്യൂച്ചർ ലൊക്കേഷൻസ് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ റിഫൈൻ കൊടുത്താലേ കണ്ട, ഈ റിഫൈൻ കൊടുക്കുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് അത് തന്നെത്താനെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ റിഫൈൻ എഡ്ജും കൂടി നമുക്കത് ഓൺ ആക്കാം. റിഫൈൻ എഡ്ജ് പറഞ്ഞാൽ കറക്റ്റ് ആ എഡ്ജസിലെല്ലാം കൂടി അതൊന്ന് കറക്റ്റായിട്ട് സെലക്ഷൻ എടുക്കും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ട്രാക്കിംഗ് ലെങ്ത് ഉണ്ടല്ലോ, ട്രാക്കിംഗ് ലെങ്ത്ത് അതൊന്ന് കൂട്ടി നോക്കാം. നമുക്ക് ഇവിടെ ഒരു 10 കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ട്രാക്കിംഗ് ടോളറൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ നമുക്കൊരു ഇതിൻ്റെ ഒരു വാല്യൂസ് നമുക്ക് കൊടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ട്രാക്കിംഗ് അങ്ങനെ എല്ലാം സംഭവിക്കും. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫ്രീ ക്യാമറ ആണ്, കീ ഫ്രെയിം സ്പേസിംഗ് അല്ല ബൈ ഡീഫോൾട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിങ്സിൽ കിടക്കുന്ന മെയിൻ നോക്കുന്ന സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണം പറഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ സീൻ. ഓക്കെ, നമുക്ക് ഒരു സീനാണ് റെഡിയാക്കണം. അപ്പോൾ ഇവിടെ സീൻ ഒന്നുമില്ല, വി ആർ നോട്ട് ക്രിയേറ്റഡ് എനി സീൻ. അപ്പോൾ സീൻ നമ്മൾ എങ്ങനെ റെഡിയാക്കണം പറഞ്ഞാൽ, യു ഹാവ് ടു ഗോ ടു ദ ക്യാമറ ട്രാക്ക്. ഇങ്ങനെ ഒരു ഫ്യൂച്ചേഴ്സ് എല്ലാം ഇങ്ങനെ വന്ന ശേഷം നമുക്ക് ഇവിടെ ഒരു ട്രാക്ക് കൊടുക്കണം, അപ്ലൈ ദ ട്രാക്ക്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഡേറ്റാസ് അത് എടുക്കും. നൗ ന്യൂക്ക് ഈസ് കാൽക്കുലേറ്റിംഗ്, അതിൻ്റെ ഡേറ്റാസ് എല്ലാം അത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് 100 ഫ്രെയിം വന്നിട്ട് തിരിച്ച് ഇങ്ങനെ റിവേഴ്സ് പോകും. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് സംഭവിക്കും.
സോ 1 to 100, 100 to 1. ഇതാണ് അതിൻ്റെ ഒരു ഗുണം ട്രാക്കിംഗ് പറഞ്ഞ. അപ്പോൾ അത് ഇതിൻ്റെ ഇൻഫർമേഷൻസ് അത് നമുക്കൊരു സ്ക്രിപ്റ്റായിട്ട് കൺവേർട്ട് ആവും. ഇറ്റ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു ദ സ്ക്രിപ്റ്റ് നൗ. പിന്നെ പ്ലേ ആവും. വെൻസ് യു പ്ലേ യു ക്യാൻ സീ നൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ്. കണ്ട, ഇത് ക്യാമറ ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ക്യാമറ ട്രാക്ക് ചെയ്യണം, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഈ സീക്വൻസിൽ നമുക്ക് ഈ റോഡിൻ്റെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇവിടെ റോഡിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ മോളിൽ നിന്ന് ഒരു സ്പേസ് ഷിപ്പ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ആ സ്പേസ് അവിടെ നിന്ന ശേഷം ഇങ്ങനെ സൂമായിട്ട് പോകുന്നുണ്ട്. അത് പല പല നമുക്കൊരു സ്റ്റോറീസ് വെച്ചിട്ട് ഇങ്ങനെ സീൻ റെഡിയാക്കും. അപ്പോൾ ഈ ഒരു ഷോട്ടും ഈ ഒരു സീക്വൻസും നമുക്ക് സീന് വേണം പറഞ്ഞാൽ വളരെ അതിൻ്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏത് ആവശ്യമായിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ ഷൂട്ടിങ്ങോ ആ ഷൂട്ടിംഗ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ 3D ക്യാരക്ടർ, അതായത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് CGI ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ട്രാക്കിങ്ങിൻ്റെ കാര്യം നമുക്കിവിടെ സംഭവിക്കും. ഓക്കെ, സോ ഞാൻ ഇതൊരു സ്റ്റോപ്പ് ചെയ്തിട്ട് ഐ ഗോ ടു ദ ഫ്രണ്ട് ഫസ്റ്റ് ഫ്രെയിം ഹിയർ. ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, വ്യൂ. ഓക്കെ, ഈ വ്യൂ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാബ് അടിക്കുമ്പോൾ കണ്ട, ബൈ പ്രസ്സിങ് ആൾട്ട് ഐ ക്യാൻ ചെക്ക് ദിസ് വൺ. ഈ 3D വ്യൂവും നമുക്ക് 2D വ്യൂവും ഇങ്ങനെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ 3D വ്യൂവിൽ നമുക്ക് ഇങ്ങനെ മറ്റേ കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ ഒരു ക്യാമറ വേണം. ക്യാമറ പറഞ്ഞാൽ ഒരു സീനിലാണ് നമുക്ക് ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞാൽ നമ്മൾ നോഡ് ഒന്നും കൂടി കാണാം. നമ്മുടെ നോഡ് ഉണ്ടല്ലോ, നോഡ്, ആ നോഡ് ഒന്നും കൂടി കാണാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന വെറുതെ ഒരു വീഡിയോ, പിന്നെ അതിൻ്റെ താഴെ ഒരു നമുക്കിങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളൊരു കൺട്രോൾ പിടിക്കുമ്പോൾ ഡോട്ട് കിട്ടും. ഈ കൺട്രോൾ പിടിച്ച ശേഷം നമുക്ക് ഇവിടെ ഒരു ഡോട്ട് കിട്ടും. ഈ ഡോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ടും അങ്ങോട്ടും നമുക്ക് ഇങ്ങനെ കറക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് നന്നതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എവിടെ ഡോട്ട് എടുക്കുന്നുണ്ടോ അവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു ഡോട്ട് കിട്ടും. ഈ ഡോട്ട് വെച്ചിട്ടാണ് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ഒരു ഫ്ലോ നമുക്ക് കിട്ടും. ഇതിൻ്റെ പൈപ്പ് ലൈൻ, ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒന്ന് കാണാം. ഓക്കെ, ഓക്കെ, സോ ഇവിടെ നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഒരു സിനിമ ഏതായാലും നമുക്ക് ന്യൂക്ക് ആർട്ടിസ്റ്റ്, VFX ആർട്ടിസ്റ്റ് പറയുമ്പോൾ ഇതൊക്കെ എല്ലാം മനസ്സിൽ ആക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പോയാലേ ഇവിടെ സീനില്ല, സീൻ കിട്ടാൻ പാടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് എന്നിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു എറർ ഒന്നുമില്ല, ദർ ഇസ് നോ എറർ. അതാണ് നമ്മൾ നല്ല ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ എന്തോ ഒരു തെറ്റുമില്ല. ചിലപ്പോൾ ഇവിടെ എറർ കാണിക്കും. ഓക്കെ, 6.8, 3, 14 അങ്ങനെ എറർ കാണിക്കും. അപ്പോൾ അങ്ങനെ എറർ വരുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് കറക്റ്റ് വളരെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ അത്ര ഒരു ഷേക്കും അങ്ങനെ രീതിയിൽ ഒരു ലെൻസിൻ്റെ ഡിഫോർമേഷൻ അങ്ങനെ ഒന്നുമില്ല. സോ ദർ ഇസ് എ ഡിസ്റ്റോർഷൻ അങ്ങനെ ഒന്നുമില്ല, ദർ ഇസ് ഒരു ബെൻഡ് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ഇത് കറക്റ്റ് നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയ ഒരു ഫുട്ടേജ്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം നമുക്കിവിടെ നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഓട്ടോ ട്രാക്ക് ഉണ്ട്. ഈ ഓട്ടോ ട്രാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ട്രാക്കിംഗ് ഉണ്ട്, ട്രാക്ക് ലെങ്ത്ത് മിനിമം ഉണ്ട്, ട്രാക്ക് ലെങ്ത്ത് ആവറേജ് ഉണ്ട്, ട്രാക്ക് ലെങ്ത്ത് മാക്സിമം ഉണ്ട്, മിനിമം ലെങ്ത്ത് ഉണ്ട്, സോൾവ് എറർ. കണ്ട, ഈ സോൾവ് എറർ ഇവിടെ കറക്റ്റായിട്ട് റെഡ് ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. എറർ മിനിമം ഉണ്ട്, പിന്നെ എറർ മാക്സിമം ഉണ്ട്, എറർ ട്രാക്ക് ഉണ്ട്. അങ്ങനെ ഒരു മാക്സിമം എറർ ട്രാക്ക്, മിനിമം എറർ ട്രാക്സ് അങ്ങനെ വരും. സോ ഇതെല്ലാം നമുക്ക് പഠിക്കുന്ന ശേഷം നമുക്ക് ഇവിടെ ഒരു ടൂൾസിൻ്റെ കാര്യം നോക്കാം. നമ്മൾ തൊട്ടപ്പുറത്ത് ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിൽ എന്തൊക്കെ കിടക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഈ റീഡാണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് റീഡ് പറഞ്ഞാൽ നമുക്ക് ഒരു ശരിക്കും ഒരു ഫയൽ ഇവിടെ കാണാം സ്ക്രീനിൽ, അതാണ് റീഡ്. അതല്ലാതെ നമുക്കിവിടെ ചെക്കർ ബോക്സ് ഉണ്ട്, ചെക്കർ ബോർഡ്. ഈ ചെക്കർ ബോർഡിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രോയിങ് വരയ്ക്കണം.
അല്ല ഒരു ക്യാമറ അവിടെ ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ, അല്ല ഒരു വീഡിയോ എടുക്കണം, ഒരു സ്ഥലം, നല്ല ഒരു സ്ഥലം, അത് സ്ഥലത്തിൻ്റെ പേരെന്നാ നാട്ടിൽ വെച്ച് ഒരു ഇരിട്ടി, അതുപോലെ ഒരു നല്ല ഒരു സ്ഥലം, നമുക്കൊരു വീഡിയോ ഫുട്ടേജ് സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാളർ റീലായിട്ട് ഇടാം, എന്തായാലും നമുക്കൊരു ഫുട്ടേജാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്രെയിമിങ് എങ്ങനെ അറിയാൻ പറഞ്ഞാൽ നമുക്ക് അതിലൊരു ഗ്രിഡായിട്ട് വരും. ക്യാമറയിൽ ഗ്രിഡ്സ് നമുക്ക് കാണാം. അത് 16 ആയിട്ട് വരും, 12 ആയിട്ട് വരും, 4 വരും, 3 വരും, 4:3, 1:16 അങ്ങനെ വരും. അപ്പോൾ അത് ഈ ചെക്കർ ബോർഡ് നമുക്കിവിടെ ഇത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ചെക്കർ ബോർഡ്. ഓക്കെ, ഈ ചെക്കർ ബോർഡ് എടുത്തിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ഒരു റോഡ് ഉണ്ടല്ലോ, ആ റോഡിൽ നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ സീൻ. അപ്പോൾ നമുക്കിവിടെ ഒരു ജോമെൻട്രി പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ജോമെൻട്രി ഇത് കണ്ട, ഇത് ക്യൂബ് ഉണ്ടല്ലോ, ഈ ക്യൂബിൻ്റെ അടുത്ത് നമുക്കൊരു 3D ആയിട്ട് നമുക്ക് കിട്ടും. 3D ടൂൾ ബാറിൽ ഈ 3Dയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് കിട്ടുന്നുണ്ട്, ക്രിയേറ്റ്. ഓക്കെ, പിന്നെ ലൈറ്റിംഗ്, നമുക്കൊരു ലൈറ്റിംഗ് റെഡിയാക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞാൽ മോഡിഫൈ ഇത്ര നമുക്കൊരു മോഡിഫൈ ചെയ്യാം. പിന്നെ ഷേഡർ, അതിൻ്റെ ഷെയ്ഡിങ്സും ടെക്സ്ചർ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സി ആക്സിസ് കൊടുക്കാം. പിന്നെ വേറെ എന്താ ഉണ്ട് ഇവിടെ, ക്യാമറ. ഇവിടെയാണ് നമുക്ക് ക്യാമറ കിട്ടും. ഓക്കെ, ക്യാമറ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമറ ട്രാക്കർ ഉണ്ട്. പിന്നെ ഡെപ്ത് ജനറേഷൻ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ സംഭവം ഇങ്ങനെ വരും. അപ്പോൾ we are going to create the scene. Again we are going to the property, or a double click. അപ്പോൾ delete unsolved, delete rejected, delete auto track. Please write it down. delete unsolved, ഇതൊരു ചെറിയ ഒരു ശ്രദ്ധിക്കുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട്സാണ്. എന്താണ് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഓറഞ്ച്, ഗ്രീൻ അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ട, എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ചിലപ്പോൾ റെഡ് കളർ വരും. ഇവിടെ വന്നിട്ടില്ല, ചിലപ്പോൾ ഫുട്ടേജിൽ റെഡ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതും ബാക്കിയെല്ലാം റെഡായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ഈ ഡിലീറ്റ് അൺസോൾവ്ഡ് വിൽ ബി ഇൻ ഓറഞ്ച് കളർ, റിജക്റ്റഡ് വിൽ ബി ഇൻ റെഡ് കളർ, ദെൻ delete auto track will be deleting from this graph. ചില ഫുട്ടേജിൽ അത് വരും. ഇനി വരുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടി നമുക്ക് ചിലപ്പോൾ അത് വരുമ്പോൾ ഞാനത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിപ്പിക്കാം. ഓക്കെ, പിന്നെ വേറെന്താ ഇതിൽ മെയിനായിട്ട് നോക്കണം പറഞ്ഞാൽ, നമുക്കിവിടെ ഒരു എക്സ്പോർട്ട് ഉണ്ട്. കണ്ട, ഈ എക്സ്പോർട്ടിലാണ് നമുക്കൊരു ക്യാമറ കിട്ടും. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ എക്സ്പോർട്ടിലാണ് നമുക്കിവിടെ ഒരു ക്യാമറ കിട്ടും. സോ നമുക്കിതൊന്ന് ഇവിടെ സെലക്ഷൻ ചെയ്യാം. I want to track the road. By pressing shift you can select the important trackers. നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് ലൈൻ റെഡിയാക്കണം. നമുക്കൊരു
പുറത്ത് പോയി ഒരു ഔട്ട്ഡോർ വരയ്ക്കുമ്പോൾ ആ ഔട്ട്ഡോർ നമുക്കൊരു ഗ്രൗണ്ട് ലൈൻ ഐ ലെവൽ ഇത്ര കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതുപോലെ ഇവിടെ ഒരു ഗ്രൗണ്ട് ലൈൻ. ടു ക്രിയേറ്റ് എ ഗ്രൗണ്ട് ലൈൻ go to the node graph, then you can press tab, so we have to create the guideline and convert into the scene. So we are taking one node, okay, please write it down. Card 3D transformation. Card CARD, card 3D transformation. അപ്പോൾ അത് ടൂൾ ബാറിൽ എവിടെ ഉണ്ട് അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ടൂൾ ബാറിലെ നമുക്കത് എവിടെ ഉണ്ടെന്ന് നോക്കാം. So go to the transform. ഇതൊരു ട്രാൻസ്ഫോം ടൂളാണ്. Go to the transform tool in the toolbar. ലോങ് പ്രസ്, മൗസ് വെച്ചിട്ട് നമുക്കൊരു ലോങ് പ്രസ് കൊടുക്കണം. മൗസ് വെച്ചിട്ടേ നമ്മൾക്കൊരു ലോങ് പ്രസ് ഇങ്ങനെ കൊടുക്കണം. ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ ഒരു പോപ്പായിട്ട് വരും. കണ്ട, ഇത് പോപ്പപ്പ്, ഇങ്ങനെ പോപ്പപ്പ് വന്ന ശേഷം നമുക്കിവിടെ പൊസിഷൻ ഉണ്ട്, റീഫോർമാറ്റ് ഉണ്ട്, റീകൗൺസിലിംഗ് 3D ഉണ്ട്, പോയിൻറ്റേഴ്സ് ഉണ്ട്, പ്ലെയിനാർ ട്രാക്ക്. ഈ പ്ലെയിനാർ ട്രാക്ക് പറഞ്ഞാൽ എന്താ, നമുക്കൊരു പ്ലെയിനായിട്ട് ഉള്ള ഒരു സംഭവങ്ങൾ അത് പ്ലെയിനായിട്ട് ട്രാക്ക് ചെയ്യും. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ്. സോ പുട്ട് എ നോട്ടിഫിക്കേഷൻ 3D compositing transform tool, 3D compositing transform tool, planar track. So number 2, card 3D. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. So I will show you one example, then you will understand this one. So this will be one of the example here. When you create the card and scene, കണ്ട, സോ നമുക്ക് ഈ കാണുന്ന ഒരു ഫുട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഇത്രയോ ട്രാക്കിംഗ് ഉണ്ട്. അതല്ലാതെ നമുക്കൊരു ക്യാമറവും കിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, സി ആക്സിസ് പറഞ്ഞാൽ ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് സി ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അതാണ് 3Dൻ്റെ ഒരു റൊട്ടേഷൻ. സോ വെൻ യു ടേൺ ദ ആക്സിസ്, ഇത് ആക്സിസ് നമുക്ക് ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കൊരു സി ഡെപ്തിൽ നമുക്കിങ്ങനെ ക്യാമറ വരും. സോ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ ഒരു നോട്ട്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ക്രിയേറ്റിംഗ് കാർഡ്.
So first point, select cards from the export down drop menu. നമുക്കൊരു 3D കാർഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോവാം. ഓക്കെ, സോ ഇപ്പോൾ ഈ കാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനേബിൾ ഓർ ഡിസേബിൾ ലിങ്ക് ഔട്ട്പുട്ട് എന്നിട്ട് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒഴിവാക്കി. കണ്ട, ഇൻ ദ പ്രോപ്പർട്ടീസിലെ നമുക്ക് കയറിയിട്ട് ഈ പ്രോപ്പർട്ടീസിൽ ഞാൻ അത് കയറിയിട്ട് അത് ലിങ്ക് ഇവിടെ നിന്ന് എടുത്തു. ലിങ്ക് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നല്ലേ, ലിങ്ക് ഔട്ട്പുട്ട് ഇവിടെ കണ്ട. സോ ദിസ് ലിങ്ക് ഔട്ട്പുട്ട് യു ക്യാൻ ഡിസേബിൾ. ഓക്കെ, ലിങ്ക് ടു ദി ക്യാമറ ട്രാക്കർ ഔട്ട്പുട്ട് so that camera are updated with the solved. Please write it down. Link output, link output, link output to the camera tracker so that camera are updated with the solved. അപ്പോൾ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തത് ഇത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് എടുക്കും. ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ന്യൂ 3D ക്യാമറ ചെക്കിങ് ദിസ് വിൽ കോസ് ന്യൂ 3D സിസ്റ്റം. നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു 3D കൊണ്ടുവരുന്ന ഈ CG ക്യാരക്ടറിൻ്റെ കൂടി അത് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം. സോ നൗ യു ക്യാൻ റൈറ്റ് ക്ലിക്ക് trackers, right click and trackers. അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു സീൻ ഉണ്ട്. We are going to create the scene. So first we will solve this one, then we will go to the step by step. First we will solve. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഇത് കിട്ടും, ഗ്രാഫ് കിട്ടും. കണ്ട, സോ ദിസ് ഗ്രാഫ് ഈസ് കാൽക്കുലേറ്റിംഗ് ദ സോൾവ്ഡ് വൺ. ഇതാണ് സോൾവ്ഡ്, ഇതിൽ യാതൊരു എറർ ഇല്ല. ദെൻ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ക്യാമറ ക്രിയേറ്റ് ആയി. നേരത്തെ എന്താ ഉണ്ടായിരുന്നു, ക്യാമറ ഇല്ല. ഇവിടെ ഇപ്പോൾ ക്യാമറ ക്രിയേറ്റ് ആയി. ഓക്കെ, സോ ഐ ക്യാൻ ഗോ ആൻഡ് ക്രിയേറ്റ് ദ ക്യാമറ. ഈ ക്യാമറയുടെ അകത്ത് നമുക്ക് 1, 2, 3, 4 ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സീനുണ്ട്. ക്ലിക്ക് ദ സീൻ ആൻഡ് ക്രിയേറ്റ്. കണ്ട, ഇപ്പോൾ ക്യാമറ വന്ന് സീനും വന്ന്. എന്നിട്ട് ഐ ഗോ ഹിയർ ആൻഡ് പ്രസ് ദ ടാബ്. And I can double click the camera and you can see the scene. ഇതാണ് അവർ പറയുന്നത്. കണ്ട, സോ ഇതെല്ലാം ട്രാക്കേഴ്സ്. ദിസ് എവറിത്തിങ് ഈസ് ദ ട്രാക്കർ. അപ്പോൾ നമ്മളുടെ വ്യൂ ഉണ്ടല്ലോ, ഈ വ്യൂ ഞാൻ ഒഴിവാക്കിയിട്ട് ഈ വ്യൂ ഐ എം ഗോയിങ് ടു ബ്രിങ് ബിലോ ദ സീൻ ഹിയർ. അപ്പോൾ എനിക്കൊരു സീനും കൂടി കാണണമല്ലേ. സോ ഐ എം ഗോയിങ് ടു കണക്ട് ഹിയർ.
I'll delete this one. By pressing control so I can make this as a one visible. So now you are seeing through the camera. When you press the tab, you want to see this one. Again you can click and drag this one here. Now we are going to merge. நமக்கு ஒரு merging கூடி வேணும். So by pressing tab, you can select the merge node. So A will be this one and B will be the scene. So now we have to mention the camera focal length.
ഈ മെർജ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റാവും. Okay, so now you can see it is in the 3D. So please write it down. Create a merge node. Create a merge node. Connect A to the video. Create the scene. So go to the property. Inside the property panel, after creating the solve, ഇപ്പോൾ എററും കൂടി വന്നിട്ടുണ്ട് കണ്ട, ദിസ് എറർ ഈസ് ദർ 0.67 വന്നിട്ടുണ്ട്. ഇത് അത്ര ഒരു വലിയ കാര്യമല്ല. സോ ഫ്രം ദ എക്സ്പോർട്ട് യു ഹാവ് ടു എക്സ്പോർട്ട് ദ സീൻ. ഈ സീൻ മാത്രമല്ല, സീൻ പ്ലസും ചിലപ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ, വി ക്യാൻ അപ്ലൈ ദ സീൻ പ്ലസ് ഓൾസോ. ദെൻ കാർഡ് ഈസ് ഹിയർ. So this all the options comes under the camera. Now I am going to update the track. If frame range I want from 1 to 100. Now it is updating the tracking, camera tracking, it is updating. Kanda, it is updating the tracking. ഇതെല്ലാം ഈ ഡോട്ട് ഉണ്ടല്ലോ, അതാണ് ഗ്രാഫായിട്ട് കാണിക്കുന്നത് ട്രാക്കിംഗ്. നമുക്ക് ഇങ്ങനെ പെർസ്പെക്റ്റീവിലുള്ള സംഭവം ഇങ്ങനെ ഗ്രാഫായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെപ്താണ് 0 to 8. അപ്പോൾ ചില എറർസ് വരും. വി ആർ അപ്ഡേറ്റിംഗ് ദ ട്രാക്ക്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അത് പോകണം. ന്യൂക്കിൻ്റെ ഒരു കമ്പോസിറ്റിംഗ്, 3D കമ്പോസിറ്റിംഗ്. ഓക്കെ, അതാണ് ഈ കർവ് എഡിറ്റർ. സോ ദിസ് കർവ് എഡിറ്റർ വി ക്യാൻ ബ്രിങ് ഇറ്റ് ഹിയർ. So this every setting is perfectly we have done. So the focal length is 15.6. output ഈ കാർഡ് പാരാമീറ്റേഴ്സ്, നമുക്ക് കാർഡിൻ്റെ എത്ര സ്കെയിൽ ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം, that we can make it here. Now I am going to create a checker box.
Now it is in front of the camera. Now I want to move the camera. So double click the camera, and you can move the camera. നമുക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഫ്രണ്ട് ബാക്ക് കറക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ സൂം ഇൻ, ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ സൂം ഔട്ട്, ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ക്യാമറ ട്രാക്കിംഗ്. മറ്റേ ആ ഫുട്ടേജിൽ അക്ഷയ് ഒരു ക്യാമറ വെച്ചിട്ട് അലീനും അലീൻ്റെ ഫ്രണ്ടും അവിടെ ഒരു ലൊക്കേഷനിൽ പോകുന്ന ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തു. സോ അവിടെ ഒരു വളരെ ഷേക്ക് ഉണ്ട്. ഓക്കെ, യു ആർ ട്രാക്കിംഗ് ദ, അത് സൂമല്ല, യു ആർ ട്രാക്കിംഗ്. ട്രാക്ക് പറഞ്ഞാൽ ആ പോകുന്ന ട്രാക്കിൽ തന്നെ നിങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ബാക്ക് സൈഡാണ് ക്യാമറ. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, അത് ക്യാമറ ഉണ്ട്. നൗ നെക്സ്റ്റ് ക്ലാസ് വിൽ ബ്രിങ് ദ വൺ CG character, computer generated one character, one helicopter or one car or one big robo, anything we can bring it here and we are going to compose it. So ഒരു 3 ഭാഗമായിട്ട് നമുക്കിത് പഠിക്കാം. So I'll continue, I'll make a recap. നമുക്ക് എന്താ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് കാണാം. So from the beginning I'll explain you. ഈ ഗ്രാഫ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തു, നമ്മളൊരു ട്രാക്ക് എടുത്തു, എന്നിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഫയൽ കിട്ടി, ഫുട്ടേജ്. ഈ ഫുട്ടേജ് 187 ഫ്രെയിംസ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ റേഞ്ച് കൊടുത്തിട്ട് 1 to 100 ആക്കി. 100 ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു നോഡ് എടുത്തത് ക്യാമറ ട്രാക്ക്. ഈ ക്യാമറ ട്രാക്ക് എടുത്ത് നമുക്ക് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കത് ഒരു സെറ്റിങ്സിൽ പോയിട്ട് ആ സെറ്റിങ്സിൽ ട്രാക്ക് കൊടുത്തപ്പോൾ തന്നെ അതിൽ റീഫൈൻ എഡ്ജസും റെഫറൽ പോയിൻറ്റും വന്നു. ഈ റെഫറൽ പോയിൻ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കുറേ ഡോട്ട്സ് ഇങ്ങനെ വരും, കണ്ട. ഇപ്പോൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ റെഫറൽ പോയിൻറ്റ്സ് നമുക്ക് ഒരുപാട് ഇങ്ങനെ വന്നു. ഇത് വന്ന ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കൊരു റെൻഡർ കൊടുത്തു. റെൻഡർ പറഞ്ഞാൽ ഇത് ഈ മറ്റേ ഗ്രാഫിൽ കിടക്കുന്ന ട്രാക്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കിട്ടും, പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ട്രാക്ക് കൊടുത്ത ശേഷം അതിങ്ങനെ ഫോർവേഡായിട്ട് റിവേർഡായിട്ട് പോയി. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് വന്നു. ഈ ഗ്രീൻ കളർ വന്ന ശേഷം നമ്മൾ എന്താ ചെയ്തു, നമ്മൾ സെറ്റിങ്സിൽ കിടക്കുന്ന മറ്റേ ഓട്ടോ ട്രാക്കും മറ്റേ കാര്യങ്ങൾ കണ്ടിട്ട് എറർ എത്ര വരുന്നുണ്ട് പിന്നെ സോൾവ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഗ്രീൻ കളർ വന്നു. ഗ്രീൻ കളർ വന്ന ശേഷം നമുക്കൊരു അപ്ഡേറ്റ് ട്രാക്ക് കൊടുത്തു. അതല്ലാതെ ഈ എക്സ്പോർട്ടിലും കൂടി സീൻ ജനറേറ്റ് ആയി. അപ്പോൾ ക്യാമറ വേണമെങ്കിൽ ക്യാമറ, സീൻ വേണമെങ്കിൽ സീൻ. നമുക്ക് സീൻ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്തപ്പോൾ തന്നെ ഈ എക്സ്ട്രാ കൂടി ഒരു നോഡ് വന്നു. ഇതാണ് സീൻ. അപ്പോൾ അതിനകത്ത് ക്യാമറ വന്നു, ക്യാമറ അല്ലാതെ സീൻ ഇല്ല, സീൻ അല്ലാതെ ക്യാമറ അല്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് വരും. ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നെല്ലാം ട്രാക്കിംഗ് സംഭവമാണ്. ഈ റെക്ടാങ്കിൾ വരുന്നെല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്ന നോഡാണ്. ഓക്കെ, അത് അല്ലാതെ നമുക്ക് ഒരു കാർഡ് എടുത്തു, 3D കാർഡ്. അപ്പോൾ 3Dയിൽ ഞാൻ കറക്കി നോക്കണം എത്ര സൂം ഇൻ സൂം ഔട്ട് എങ്ങനെ പോകുന്നുണ്ട് സംഭവങ്ങൾ. 3D കാർഡ് കൊടുത്തു. ഇത് ഡയറക്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ വന്നു പെർസ്പെക്റ്റീവിലെ, കണ്ട. അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് പിടിക്കാം. ഷിഫ്റ്റ് പിടിച്ച് ഇതിങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ സെലക്ഷൻ ചെയ്യാം, കണ്ട. ഇപ്പോൾ റെഡ് കളർ വന്നാ, ഈ റെഡ് കളർ എന്താണ്, ഇതെല്ലാം എററാണ്. അപ്പോൾ എന്താ കാണിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ ഇറ്റ് ഈസ് ഷോയിങ് ദ എറർ ട്രാക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ സോൾവും കൂടി ചെയ്യണം. വി ഹാവ് ടു സോൾവ് ദറ്റ് ഓൾസോ. സോ വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ദ എറർ ട്രാക്സ് ഹിയർ. ഡിലീറ്റ് അൺസോൾവ്ഡ്. അപ്പോൾ എന്താ ചോദിക്കും, വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ദ യെസ്. ഈ അൺസോൾവ്ഡ് അല്ലാതെ അതെല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നെ ഡിലീറ്റ് റിജക്റ്റഡ്, അഗെയിൻ യെസ്. ഇവിടുന്ന് റെഡ് കളർ എല്ലാം പോയി, അതെല്ലാം റിജക്റ്റഡ്. അത് ട്രാക്കിങ്ങിൽ വരുന്നില്ല. ഓക്കെ, ഇത് സീൻ നമുക്ക് ചെയ്യുമ്പോൾ ഇതാണ് മെയിൻ. പിന്നെ ഡിലീറ്റ് ഓട്ടോ ട്രാക്കും കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്ര കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. So this everything green color is the scene.
ഇത് ക്യാമറ പെർസ്പെക്റ്റീവ് ആണ്, ഇത് നമ്മൾ നോക്കുന്നുണ്ട്. So next class I will continue how to select all those things, how to bring the ground plane, how to apply the checker box, convert the checker box into the grid, then match the tracking, check with a 3D cube or 3D object, play and check it out whether it is matching on the exactly on the road. Once എല്ലാം സെറ്റായി തീർച്ചയായിട്ട് ഉറപ്പായിട്ട് വന്ന ശേഷം ഫൈനലായിട്ട് നമുക്കൊരു 3D ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് അവിടെ കമ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമറ നോക്കുന്ന എല്ലാം നമുക്ക് ലെയറായിട്ടും എല്ലാ സംഭവങ്ങളും കിട്ടും. സോ പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ചെയ്തു, ക്യാമറ ട്രാക്കിംഗ് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ റിപ്പീറ്റഡ് ക്ലാസ് ഒരു പകുതി എടുത്തു. പിന്നെ നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്തു, ക്യാമറ റെഡിയായി. ടാബ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും ക്യാമറൻ്റെ ഇതും. ഓക്കെ, പിന്നെ ഈ ഇതെല്ലാം ഗ്രീൻ കളർ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സാക്ട് ട്രാക്കിംഗ് സീനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഷിഫ്റ്റ് എല്ലാം പിടിച്ചിട്ട് വി ഹാവ് ടു ക്ലിക്ക് ആൻഡ് സെലക്ട്. നമുക്കൊരു ഗ്രൗണ്ട് ലൈൻ, അതായത് പ്ലെയിനാർ ട്രാക്ക് നമുക്ക് റെഡിയാക്കണം. ഐ ലെവൽ പ്ലെയിനാർ ട്രാക്ക് റെഡിയാക്കിയിട്ട് പിന്നെ വി ഹാവ് ടു ഗോ ടു ദ ജോമെട്രി, ദെൻ വി ഹാവ് ടു ക്രിയേറ്റ് ദ ജോമെട്രിക്കൽ ഒരു ട്രാക്ക് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യണം. വി ഹാവ് ടു മാച്ച് ദിസ് വൺ, ദെൻ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു ദ ഫൈനൽ കമ്പോസിറ്റിംഗ്. അപ്പോൾ ഇത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വെറുതെ ട്രാക്ക് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം സംഭവിച്ചു. കണ്ട ഗ്രൗണ്ട് പ്ലെയിൻ, ഈ ഗ്രൗണ്ട് പ്ലെയിൻ ആണ് മെയിൻ. നമുക്ക് ഗ്രൗണ്ട് പ്ലെയിൻ ഇട്ട ശേഷം താഴെ ഒരു ഗ്രിഡ് പോലെ വരും. അപ്പോൾ എത്ര അത് കറക്കണം, എങ്ങനെയെന്ന് പോകുന്നു. ആ ഗ്രൗണ്ട് പ്ലെയിൻ അല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ദറ്റ് മീൻസ് നമ്മൾ ഒരു നടക്കുമ്പോൾ ഒരു മെയ്ഡായിട്ടുള്ള ഒരു പൊക്കിയ ഒരു പകുതി ഉണ്ട്. അപ്പോൾ ക്യാമറ ഇങ്ങനെ മുകളിൽ പോകും, ഒരു കുഴി പോലെ വരുന്നുണ്ട്, ക്യാമറ വിൽ ഗോ ഡൗൺ. അപ്പോൾ അതാണ് ഇങ്ങനെ ട്രാക്കിംഗ് ചെയ്യുന്ന സംഭവങ്ങൾ. സോ ടിൽ ഹിയർ ഐ വിൽ സ്റ്റോപ്പ് സ്റ്റുഡൻസ്, ദെൻ ഐ വിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓൾസോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡിംഗ് കൂടി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒരു ലിങ്കായിട്ട് ഞാൻ അയച്ചു തരാം. സോ ദിസ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ ഗ്രാഫ് എഡിറ്റർ. ഇത് നമ്മളുടെ വ്യൂ, ഇത് നമ്മളുടെ പ്രോപ്പർട്ടീസ്, ഇതാണ് നമ്മളുടെ ഒരു നോഡ്. അപ്പോൾ വി ആർ ഗോയിങ് ഇൻ ടു ദ സെക്കൻഡ് ലെവൽ കമ്പോസിറ്റിംഗ് ഇൻ ന്യൂക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുക്കാം. ഒരുപാട് നമുക്ക് പ്രാക്ടീസ് ചെയ്താലേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം പെട്ടെന്ന് കാണുന്നവർക്ക് എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ്വെയറും കൂടി ഇല്ല. സോ ട്രൈ ടു ഡൗൺലോഡ് ഓർ കോപ്പി ദ സോഫ്റ്റ്വെയർ ഫ്രം ദ അരീന സെൻറ്റർ. ഓക്കെ, ദെൻ ട്രൈ ടു ഇൻസ്റ്റാൾ. പിന്നെ നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് സ്റ്റുഡൻസ്. അപ്പോൾ ഏകദേശം ഒരു 43 മിനിറ്റ്സിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.